ഹായ് ഓൾ, കിത്താൻ കില്ലോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന കായ് വരട്ടി അല്ലെങ്കിൽ കായ് പുരട്ടിയത്, കായ് തോരൻ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച മൊന്തം കായാണ്. എന്തായാലും ഒരു തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് 2 കായ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ഞങ്ങളിത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. 2 കായാകുമ്പോൾ അറിയാമല്ലോ, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. കുറച്ചെല്ലാം അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഈ 2 വലിയ കായ ആയതുകൊണ്ടാണ്. ഒരു കാ മതി. കുറച്ച് ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു കാ മതി ഒരു തോരൻ 2 നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇങ്ങനെ നുറുക്കായിട്ട് അരിഞ്ഞെടുത്തു. ഞാൻ ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയത്തില്ല, കാര്യം ഞാനൊരു തുടക്കക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ വീഡിയോ ആണിത് കേട്ടോ. എന്തായാലും അരിഞ്ഞ് വെച്ച് വെള്ളമിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 വെളുത്തുള്ളി, ഒരു കൊച്ചു സവാളയെ സൈഡിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പിടി കാന്താരി മുളക്, വീട്ടിൽ പിടിച്ച കാന്താരി മുളക്, ഇത്തിരി തേങ്ങ തിരുകി വെച്ച് ഡപ്പയുടെ മുകളിലാണ് കാന്താരി വെച്ചിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ പിച്ചി വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് ജീരകം ഇട്ട് ആ വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതയ്ക്കാമെന്ന് വിചാരിച്ച് ചതച്ചു. അതിനുശേഷം തേങ്ങയും അരിഞ്ഞു വെച്ച സവാളയിൽ നിന്ന് ഒരു 5-6 കഷ്ണം എടുത്തിട്ട് അരച്ചു. ഒരു പിടി നമ്മുടെ കാന്താരിയും കൂടി ഇട്ടു. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നിങ്ങൾക്ക് അടിക്കാൻ കേട്ടോ. എനിക്ക് പച്ചത്തോരൻ വയ്ക്കാൻ ഒരു ആഗ്രഹത്തിൽ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടില്ല. എന്തായാലും അതിട്ട് അടി അടിച്ചു. അപ്പോഴത്തേക്ക് പാനിൽ കടുക് വറുക്കുവാണ്. കടുക് വറുത്തു, മുളകിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ചതച്ച് വെച്ച മസാല അങ്ങോട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി അതൊന്ന് ഇച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി മൂക്കുന്ന പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും കായും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇടണം. കാ മൊത്തത്തിൽ വെള്ളത്തിലല്ല, കായിൽ വെള്ളം ഊറ്റി വേണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എന്തായാലും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് നീരും കൂടെയാണ് ഒഴിച്ചത്. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ്, ഞങ്ങൾ ഉപ്പ് നീരാണ് ഒഴിച്ചത്. അതും കൂടെ ഇട്ട് ഇളക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് ഈ നമ്മുടെ മസാലയും നമ്മുടെ കായും കൂടെ നന്നായിട്ട് മിക്സപ്പ് ചെയ്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ എല്ലാം യോജിപ്പിച്ച് വയ്ക്കുക. എന്നാൽ അവിടെ ഇവിടെ മാത്രം ആവാതെ എല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം എനിക്ക് കളർ ഒട്ടും ഇല്ലാത്തതെനിക്ക് തോന്നി, വെളുത്തിരിക്കുന്നതെനിക്ക് തോന്നി. ഇനി കാന്താരി ഇട്ടുകൊണ്ടാണ് പച്ച കളർ ആവാത്തതെന്ന് എനിക്ക് മനസ്സിലായി. പച്ചമുളകായിരുന്നെങ്കിൽ പച്ച കളർ ആയേനെ കുറച്ചുകൂടി. അതുകൊണ്ട് ഞാനൊരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വെള്ളം ഒഴിച്ച് അടയ്ക്കാത്തതെന്നൊക്കെ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമ്മുടെ മിക്സി അരപ്പ് പുരണ്ടിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി അങ്ങ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ പാനിൽ വെച്ച് പാൻ അടച്ച് വയ്ക്കാം. വെള്ളം ഒഴിക്കേണ്ടത് വീട്ടിലെ കായ കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഏത്തക്കായോ അല്ലെങ്കിൽ കടയിലെ കറിക്കായോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു തുള്ളി വെള്ളം ഒഴിച്ച് വയ്ക്കാം. അത് നമ്മുടെ മസാല അടിച്ച മിക്സിയിൽ അതിൽ നിന്ന് ഇച്ചിരി കഴുകി ഒഴിച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ കണ്ടില്ലേ ആ ഉപ്പ് വെള്ളം ഒഴിച്ചതിൻ്റെതും. എന്നിട്ട് ആ പാത്രം നിങ്ങൾ വേഗം വേസ്റ്റ് വെള്ളമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ച ആ മിക്സിക്കകത്ത് ഓൾറെഡി കണ്ടൻസ് കാണും, തേങ്ങയും അതും ഇതൊക്കെ കാണും. അതുകൊണ്ട് ആ വെള്ളം എടുത്ത് ഒഴിച്ച് എന്തായാലും ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് കുറച്ചുകൂടി ലൂസ് പരുവത്തിലാണ് വേണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് അത്രയ്ക്ക് വേണ്ടായിരുന്നു. എനിക്ക് ഒരു മിനിമം ഒരു കുഴഞ്ഞത് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് ഡ്രൈ മോഡായിരുന്നു ഞാൻ അങ്ങനെ ആക്കിയത്. ഇപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കുഴച്ചിലും കൂടും. ഞാൻ വെള്ളം ഒരു തുള്ളി ഒഴിച്ചോളൂ. ഞാൻ മറ്റേ മിക്സിയിലുണ്ടായിരുന്ന കണ്ടൻറ്റ് ഒഴിച്ചിട്ടാണ് ഇത് ഈ രൂപത്തിലാക്കിയത്. ചോറുമായിട്ട് പുരട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ഒരു തുള്ളി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം അടിപൊളിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് എരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടിയൊക്കെ പച്ചമുളക് ഇടാം. കടയിൽ നിന്ന് മേടിക്കുന്ന ചില പച്ചമുളകിൻ്റെ എരിയുടെ അനുസരിച്ച് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കിത്താൻ കില്ലോ ചാനലിലെ വീഡിയോസ് എല്ലാം കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് ചെയ്തേക്കണം. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹകരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.